Good morning, all. Which നാളില്ലല്ലോ. ഓക്കെ, തുടങ്ങാല്ലേ നമുക്ക്. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ന്യൂസ് എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, മിസ് കഴിഞ്ഞ ദിവസം അഡ്വാൻറ്റേജ് ഓഫ് ലീസിംഗ് വരല്ലേ എടുത്തേ, അതില് ഒബ്സലസൻസും ഔട്ട്ലയും പറഞ്ഞു അല്ലെ? ഡൗട്ട് ചോദിച്ചു. ശരണ്യ ചോദിച്ചോളൂ. മ്യൂട്ട് മാറ്റണോ മിസ്? അഡ്വാൻറ്റേജ് ഒന്നുകൂടി പറയണം. പറയാട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് ലീസിംഗ്, നമ്മുടെ ലീസിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെ, നമ്മ ഒരു സാധനം വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ അത് പാട്ടത്തിന് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് അല്ലെ? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഔട്ട്ലേ എന്ന് പറഞ്ഞാല് നമ്മ എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി നമ്മ ആദ്യം മുതൽ മുടക്ക് കൊടുക്കില്ലേ? ആദ്യം കൊടുക്കുന്ന ആ ഒരു മുടക്ക് മുതല, അതാണ് ഔട്ട്ലേ. അപ്പൊ നമുക്കൊരു ചെറിയ എമൗണ്ട് മാത്രം ഔട്ട്ലേ ആയിട്ട് ആവശ്യമായി വരുന്നുള്ളൂ അല്ലെ? ഇപ്പൊ നമ്മ ഒരു കാറ് വാങ്ങണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ വേണം. പക്ഷെ ആ ഒരു കാറ് നമുക്ക് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പൈസ വേണോ? ചിലപ്പോ ഒരു 20,000 രൂപ ആവശ്യമായി വരുള്ളൂരിക്കും അല്ലെ? ആണോ? ആണല്ലേ? അപ്പൊ എന്താണ്, നമുക്ക് ആ ഒരു സാധനം ലീസിന് എടുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ മുതൽ മുടക്ക് മാത്രമാണ് ആവശ്യമായി വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിസ്ക് ഓഫ് ഒബ്സലസൻസ് ഈസ് ലെസൻഡ്. ഒബ്സലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നോക്കിയേ. The process of becoming outdated or old fashioned and no longer used. നമ്മ ഒരു സാധനം വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അതെന്ത് ചെയ്യാ, ഡേറ്റ് കഴിഞ്ഞു പോവാ, അല്ലെങ്കിൽ അത് പഴയ മോഡലായിപ്പോ, ഓൾഡ് ഫാഷൻ ആയിപ്പോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ്, നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്, ലോസ് ആണ് അല്ലെ? അല്ലേ? ആണല്ലേ? അപ്പൊ അങ്ങനെയുള്ള റിസ്കുകൾ നമുക്ക് എന്ത് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ലീസിന് എടുക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും വരുന്നില്ല അല്ലെ? അതിന്റെ മോഡൽ മാറിയാലോ ഔട്ട്ഡേറ്റഡ് ആയാലോ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ സാധിച്ചില്ല. നഷ്ടമൊത്ത ആർക്കാണ്? അതിന്റെ ഉടമസ്ഥനല്ലേ? ഉടമസ്ഥനാണ് അല്ലെ? അപ്പൊ എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് ഒബ്സലസൻസ് വന്നു കഴിഞ്ഞാലുള്ള ഒരു റിസ്കുകളും നമുക്ക് വരുന്നില്ല അല്ലെ? ലീസിന് എടുക്കുന്ന ആൾക്ക് വരുന്നില്ല. നെക്സ്റ്റ്, മെയിൻ്റെനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ് അല്ലെ? എന്താണ് മെയിൻ്റെനൻസ് നടത്തുന്നത്? വാങ്ങുന്ന ആള് മാത്രമാണോ? നമ്മുടെ റെന്റിന് എടുക്കുന്ന ആള് മാത്രമാണോ? അല്ല അല്ലെ? ഉടമസ്ഥനം ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഒരു കാറ് നമ്മൾ റെന്റിന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ എല്ലാ മെയിൻ്റെനൻസ് ഒക്കെ തീർത്തിട്ടായിരിക്കും വീണ്ടും അവർ വാടക കൊടുക്കുന്നത്, റെന്റിന് കൊടുക്കുന്നത് അല്ലെ? അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഒരു വാടകക്ക് ഒരു വീട് എടുത്തു കഴിഞ്ഞാല് അതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ചിലതൊക്കെ നമ്മ ചെയ്യും. ബാക്കി കുറച്ചും കൂടി എക്സ്പെൻസ് ആവുന്ന കാര്യങ്ങൾ നമ്മ ആരോടാ പറയുന്നത്? അതിന്റെ ഉടമസ്ഥനോടാണോ പറയുന്നത്? ഓണറിനോട് പറയേ? പെയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ പൈപ്പുകൾ കേടായിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, ആ ഒരു മെയിൻ്റെനൻസ് രണ്ടുപേരും ചെയ്യുന്നുണ്ട് അല്ലെ? ലെസ്സോയും ചെയ്യുന്നുണ്ട്, ലെസ്സിയും ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രൊക്യൂർമെന്റ് ഓഫ് ദി എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ്സൺഡ് അല്ലെ? നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് കിട്ടാൻ എടുക്കുന്ന ആ ഒരു ടൈം എങ്ങനെയാണ്, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടില്ലേ? നമുക്ക് ഒരു പുതിയ സാധനം ഓർഡർ ചെയ്ത് നമ്മ അതിനു വേണ്ടി നോക്കിയിരിക്കുന്ന സമയം വേണോ? ലീസിന് എടുക്കുമ്പോൾ നമ്മൾ ചെന്ന്
നമ്മ ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ എന്താണോ വാങ്ങിക്കുന്നത് അത് കണ്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മ അഡ്വാൻസ് കൊടുത്ത് അപ്പൊ തന്നെ ചിലപ്പോ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ അല്ലേ അപ്പൊ എന്താണ് ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് കിട്ടാൻ എടുക്കുന്ന ആ ഒരു ലീഡ് ടൈം എങ്ങനെയായിരിക്കും കുറവായിരിക്കും ഓക്കെ ആണോ ഇപ്പൊ ശരണ്യ നെക്സ്റ്റ് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ലീസിങ് അല്ലെ നമ്മുടെ ആ ഒരു ലീസിങ് കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഹി ഈസ് ദ ലെസർ ഹു കൺട്രോൾസ് ദ എക്യുപ്മെന്റ് അല്ലെ ആരാണ് അത് ആ ഒരു എക്യുപ്മെന്റ് നമ്മൾ ലീസിന് എടുത്തു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നത് ആരാണ് ലെസർ ആണ് അല്ലെ ലെസ്സോ ആണോ സോറി OR ആണ് കേട്ടോ ലെസ്സോ ആണോ അത് നിയന്ത്രിക്കുന്നത് അതിന്റെ ഉടമസ്ഥൻ തന്നെയായിരിക്കും അല്ലെ ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മ അത് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാലും ആ ഒരു സാധനം അത് നമ്മുടെ അടുത്ത് നോക്കാറുണ്ടല്ലേ ഇൻസ്പെക്ഷൻ നടത്താറുണ്ടോ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ അല്ലെ അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെ എന്നിട്ട് അവരെന്ത് ചെയ്യും നമ്മൾ അഡ്വാൻസ് കൊടുത്തതിൽ അവര് കുറയ്ക്കാറുണ്ടോ അഡ്വാൻസ് തിരിച്ചു തരുന്ന സമയത്ത് കുറയ്ക്കാറുണ്ടോ ഉടമസ്ഥൻ ക്ലിയർ ആയില്ല ഇപ്പൊ നമ്മ എന്ത് ചെയ്യില്ല ഇപ്പൊ കാറിന് നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മ ഒരു കാറ് വാടകയ്ക്ക് എടുക്കുകയാണ് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് എന്ത് കൊടുക്കാറുണ്ട് നമ്മ ഒരു അഡ്വാൻസ് കൊടുക്കാറുണ്ട് അല്ലേ ഒരു പൈസ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മ ആ കാറൊക്കെ ഉപയോഗിച്ച് നമ്മ ആ കാർ കൊണ്ടുപോയി നമ്മ എവിടെയെങ്കിലും ഒക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓണർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കോ പൈസ വാങ്ങോ വാങ്ങില്ല പെയിന്റ് പോയി വാങ്ങും അല്ലെ അപ്പൊ ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കാർ കൺട്രോൾ ചെയ്യുന്നത് ആരാ ഓണർ അല്ലേ ഉടമ ഉപയോഗിക്കാൻ മാറിയിട്ടുണ്ടെങ്കിലും അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഓണർ എന്തായാലും നിർബന്ധമായിട്ടും നമ്മളിൽ നിന്ന് അതിന് പൈസ ഈടാക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഈ സോറി ഒരു മിനിറ്റ് ലെസ്സോ ആയിരിക്കും ആ ഒരു എക്യുപ്മെന്റുകൾ നമ്മൾ ലീസിന് എടുക്കുന്ന എക്യുപ്മെന്റുകൾ കൺട്രോൾ ചെയ്യുന്നത് അവരിടയ്ക്ക് വന്ന് ഇൻസ്പെക്ഷൻ നടത്തും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യും അല്ലെ അപ്പൊ അതെന്താണ് അതൊരു പ്രശ്നമല്ലേ ഡിസ്അഡ്വാൻറ്റേജ് അല്ലേ അവരിടയ്ക്കിടയ്ക്ക് വന്ന് ഇൻസ്പെക്ഷൻ നടത്താം അവർ പരിശോധിക്കുക എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവരെ ചീത്ത പറയാനൊക്കെ പറഞ്ഞ ഒരു പ്രശ്നമാണോ നെക്സ്റ്റ് പറയുന്നത് lessor has the access to the equipment inspection അല്ലെ എന്താണ് നമ്മുടെ ലെസ്സോക്ക് ആ ഒരു എക്യുപ്മെന്റുകളെ ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട് അല്ലെ നെക്സ്റ്റ് പറയുന്നത് ലെസ്സോ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ് എന്താണ് നമുക്ക് ആ ഒരു ലീസ് പീരീഡ് നമ്മുടെ ലെസ്സോക്ക് ആ ഒരു ഉടമസ്ഥന് നിർത്തലാക്കാനുള്ള അവകാശമുണ്ടെന്ന് ഇപ്പൊ നമുക്ക് 1 വർഷത്തേക്കാണ് നമ്മുടെ ലെസ്സോ നമുക്ക് എക്യുപ്മെന്റ് വാടകയ്ക്ക് തന്നിരിക്കുന്നത് പക്ഷെ ആൾക്ക് എന്ത് ചെയ്യാന്ന് ഒരു 6 മാസമൊക്കെ ആവുമ്പോഴേക്കും ആ ഒരു എക്യുപ്മെന്റിന്റെ ഇത് എന്താക്കാം നിർത്തലാക്കാം ഓക്കെ ആണോ ലീസ് പീരീഡ് നിർത്തലാക്കാം ഓക്കെ ആണോ ഇപ്പൊ ചിലപ്പോ നമ്മ വാടക വീട്ടിലൊക്കെ താമസിച്ചിട്ട് ചിലപ്പോ നമ്മ 1 വർഷത്തേക്കായിരിക്കും അല്ലെങ്കിൽ 2 വർഷത്തേക്കായിരിക്കും എടുക്കുന്നത് ചിലപ്പോ ആ ഒരു സമയം ആവുന്നതിന് മുമ്പ് വാടകക്കാർ ഉടമസ്ഥൻ വന്ന് പറയാറില്ലേ ഒരു മാസം കഴിയുമ്പോഴത്തേനും ഒഴിഞ്ഞു തരണം കേട്ടോ ഞങ്ങൾക്ക് താമസിക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒഴിപ്പിക്കാറില്ലേ ആണോ ഒഴിപ്പിക്കാറുണ്ടോ ചില സിറ്റുവേഷനില് ക്ലിയർ ആവുന്നില്ല നമുക്ക് ഉണ്ട് അപ്പൊ അതെന്താണ് ആ ഒരു ലീസ് പീരീഡ് നിർത്തലാക്കല്ലേ ചെയ്യുന്നത് നമ്മുടെ ഉടമസ്ഥൻ ലെസ്സോ നമുക്ക് വാടകയ്ക്ക് തരുന്ന ആളും അല്ലെ അതാരാണ് ഉടമസ്ഥനാണ് അല്ലെ അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു ലീസ് പീരീഡ് ആ ഒരു കാലയളവ് എത്തുന്നതിന് മുമ്പ് തന്നെ നിർത്തലാക്കാനുള്ള ഒരു അവകാശം കൂടി നമ്മുടെ ലെസ്സോക്കുണ്ട് ഓക്കെ ആണോ ക്ലിയർ ആണോ പറയ്
ഓക്കെ ആണോ? ആദ്യത്തെ പറയുന്നത് എന്താ? ഓക്കെ ആണ്. ആദ്യത്തെ പറയുന്നത് എന്താണ്? ആ ഒരു എക്യുപ്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്നത് LSO ആയിരിക്കും അല്ലെ, ആ ഒരു ഉടമസ്ഥനായിരിക്കും. കൂടാതെ എക്യുപ്മെന്റുകളെ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള അധികാരം നമ്മുടെ LSO ഉണ്ട്. കൂടാതെ ആ ഒരു ലീസ് പീരീഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു എക്യുപ്മെന്റിന്റെ ആ ഒരു നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള അവകാശങ്ങളും നിർത്തലാക്കാനുള്ള അധികാരം നമ്മുടെ LSO ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് shared services are done in case of hospital, waste management, incinerator and laundry services, washing machine. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഷെയർഡ് സർവീസുകൾ, അതായത് നമ്മുടെ LSOക്കും LSTക്കും ഒരുപോലെ അവകാശങ്ങളുള്ള, ഒരുപോലെ അധികാരങ്ങളുള്ള ഹോസ്പിറ്റലിലെ 2 സർവീസുകളാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് ഇൻസിനറേറ്ററും ലോണ്ടറി സർവീസിലെ വാഷിംഗ് മെഷീനും. ഇത് രണ്ടും എന്താണ്? നമ്മുടെ LSOക്കും LSTക്കും ഒരുപോലെ ഷെയർഡ് സർവീസുകളാണ് നൽകുന്നത്. 2 പേർക്കും ഒരുപോലെ അധികാരവും അവകാശങ്ങളും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? മറ്റുള്ള നമ്മ പറഞ്ഞ ആരാണ് കൂടുതൽ പ്രാധാന്യം, കൂടുതൽ ഇമ്പോർട്ടന്റ് ആർക്കാണ്? LSOക്കാണ് അല്ലെ. പക്ഷെ ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റിലെ ഇൻസിനറേറ്റർക്കും ലോണ്ടറി സർവീസിലെ വാഷിംഗ് മെഷീനും എന്താണ്? ഷെയർഡ് സർവീസുകളാണ് അല്ലെ. LSOക്കും LSTക്കും ഒരുപോലെ അവകാശങ്ങളാണ് വരുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ ആൻഡ് പ്രൊക്വയർമെന്റ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. എന്താണ്? നമ്മ ഒരു എക്യുപ്മെന്റ് എങ്ങനെയായിരിക്കണം പർച്ചേസ് ചെയ്യാനുള്ള സെലക്ഷൻ നടത്തുന്നത് അല്ലെ, തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, അത് എങ്ങനെയായിരിക്കണം സംഭരിക്കേണ്ടത് അല്ലെ, പ്രൊക്വയർമെന്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പറയുന്നത് സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ അല്ലെ. എങ്ങനെയായിരിക്കണം നമ്മ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുണ്ടോ അല്ലെ, അല്ലെ ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീൻ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് ആവശ്യമുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്ത എക്യുപ്മെന്റുകൾ നമ്മൾ വാങ്ങണോ? അല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്നൊരു എക്യുപ്മെന്റ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടായിരിക്കണം അല്ലെ, ശുപാർശ വന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നത്. നിങ്ങൾ ഒരു സാധനം വാങ്ങുന്നത് എപ്പോഴാ? ഒരു പ്രോഡക്റ്റ്, ഒരു വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു TV അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുന്നത് എപ്പോഴാ? വെറുതെ വാങ്ങോ? ഇല്ല, നിങ്ങൾക്ക് അത് ആവശ്യം വരണം അല്ലേ, ആവശ്യം ഉണ്ടാവണം അല്ലേ. അപ്പൊ അതേപോലെ എന്താണ്? ആ ഒരു എക്യുപ്മെന്റ് നമ്മ വാങ്ങുന്ന ആ ഒരു എക്യുപ്മെന്റ് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിന് ആവശ്യമുണ്ട്, നീഡ് ഉണ്ട്, അതല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റില് ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ട് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടേക്ക് ഇൻ ടു എഫക്ട് ദ എഫക്ട് ഓർ ആഫ്റ്റർ സെയിൽ സർവീസ് സ്പെയേഴ്സ് അവൈലബിലിറ്റി. എന്താണ്? നമുക്ക് വിൽപ്പനാനന്തര സേവനം, അതായത് വിൽപ്പന നടത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അല്ലെ. ഒരു പ്രോഡക്റ്റ് നമ്മ വാങ്ങുകയാണെങ്കിൽ നമ്മ ഗ്യാരണ്ടി ഉണ്ടോ, ഒരു സർവീസ് നൽകുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ വാങ്ങുള്ളൂ. ഓടിപ്പോയി വാങ്ങൂ? ഇല്ല അല്ലെ. എന്താണ്? വിൽപ്പനാനന്തര സേവനങ്ങൾ നോക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് അത് കേട് വന്നു കഴിഞ്ഞാൽ നന്നാക്കാനുള്ള സ്പെയേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാറുണ്ടോ അല്ലേ? അല്ലെങ്കിൽ എന്താണ്? സ്പെയേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ, നന്നാക്കി. അപ്പൊ എന്താണ്? നമ്മൾ അതിന്റെ വിൽപ്പനാനന്തര സേവനം നോക്കുന്നുണ്ട്. കൂടാതെ അതിന് സ്പെയേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻസ് അല്ലെ. എന്താണ്? അത് ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണോ അല്ലെ, നമ്മുടെ ആ ഒരു എൻവയോൺമെന്റില് നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാറില്ലേ? അപ്പൊ ഇൻസ്റ്റാളേഷൻ നോക്കുന്നുണ്ട്, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ അല്ലെ, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അല്ലെ.
നല്ല രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആണോ അല്ലെങ്കിൽ കാലിബ്രേഷൻ ആണോ എന്ന് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് അല്ലെ. ഇപ്പൊ നമ്മൊരു സാധനം ഇപ്പൊ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ അത് ടെസ്റ്റ് റൺ ചെയ്യാറുണ്ട് അല്ലെ. ഇല്ലേ, ഓടിച്ചു നോക്കി മൈലേജ് നോക്കാറുണ്ട്, സ്മൂത്ത് ആണോ നോക്കാറുണ്ട്, അതിന്റെ എഞ്ചിൻ എങ്ങനെയാണ് നോക്കാറുണ്ട്. ആണോ? പറയ്, നോക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ അതേപോലെ എന്താണ്, ആ ഒരു വാങ്ങാൻ പോകുന്ന ആ ഒരു മെഷീൻ എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനു വേണ്ട ട്രെയിനിങ്ങും വേണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മാനുഫാക്ചറർ മാനുവൽ അവൈലബിലിറ്റി അല്ലെ. എന്താണ്? നമ്മുടെ നിർമ്മാതാവിന്റെ മാനുവൽ ലഭ്യത അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ അവൈലബിലിറ്റി വേണം അല്ലെ. നമുക്ക് എല്ലാം മാത്രമാണ് അല്ലെ, നമുക്ക് അത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നന്നാക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു മെഷീനെ കുറിച്ച് അറിവുള്ള ആളുകൾ വേണ്ടേ? അറിവുള്ള ആളുകൾ ഉണ്ടെങ്കിലാണ് അല്ലെ നമുക്ക് അത് എന്തെങ്കിലും റിപ്പയറിങ് വന്നാലോ അതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ എന്താണ്? മാനുഫാക്ചറുടെ ലഭ്യത കൂടി നമ്മ ഒരു സാധനം ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ് ഒന്നും മിണ്ടാത്തേന്ന്? ഒട്ടും റെസ്പോൺസ് ഇല്ലല്ലോ. ക്ലിയർ ആണോ? ബാക്കി എല്ലാവരും എന്താ മിണ്ടാതിരിക്കുന്നേ? ഋതുമോൾ ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ്? അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദി ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്വയർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. എന്താണ്? നമ്മുടെ ഗുഡ്സുകളുടെയും സർവീസസ് സേവനങ്ങളുടെയും സംഭരണത്തിനായി ആശുപത്രിക്ക് ഫണ്ട് നൽകാനുള്ള അധികാരം ഉണ്ട് അല്ലെ. നമ്മുടെ ഏതെങ്കിലും യൂസർ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഗുഡ്സ് ആവശ്യമായി വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർവീസുകൾ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് നൽകാനുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ് അല്ലെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് എന്താണ്? ന്യായമാണെങ്കിൽ അത് നടത്തി കൊടുക്കാനുള്ള അവകാശം, അത് നിറവേറ്റി കൊടുക്കാനുള്ള അവകാശം ആർക്കാണ്? ഉത്തരവാദിത്തം ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ ആണോ? ഫസ്റ്റത്തെ പറയുന്നത് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ള സർവീസുകളും ഗുഡ്സുകളും എന്താണ്? സംഭരിക്കുന്നതിനുള്ള ഫണ്ട് നൽകാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ മറ്റു യൂസർ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യങ്ങള് ന്യായമാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഇഫ് incomplete or incorrect has the authority to challenge specifications അല്ലെ. ഇപ്പൊ നമ്മൊരു വെൻഡേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൊരു സപ്ലയേഴ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അവർ ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് പറയാറുണ്ട് അല്ലെ. ചിലപ്പോ അതിന്റെ സവിശേഷതകളെ കുറിച്ച് പറയാറുണ്ട്, അതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയും, ഇത്ര ക്വാണ്ടിറ്റിയിൽ തരാം, ഇത്ര കോസ്റ്റിന് തരാം എന്നൊക്കെ പറയില്ലേ. ആണോ? ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് സപ്ലയേഴ്സ് പർച്ചേസിംഗ് ഓർഡറിലല്ലേ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അല്ലെ, വിലയിരുത്താനുള്ള അധികാരം നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ആ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ വെൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇൻകറക്റ്റ് അല്ലെ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്താണ്? അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളും നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ട്. ഇപ്പൊ ചിലപ്പോ നമ്മളോട് പറഞ്ഞത് എന്തായിരിക്കും? നിങ്ങൾക്കൊരു 4000 രൂപക്ക് ഈ പ്രോഡക്റ്റ് തരാമെന്നായിരിക്കാം പറഞ്ഞത്. പക്ഷെ നമുക്ക് ആ ഒരു സാധനം ഡെലിവറി ചെയ്തിട്ട് ഇൻവോയ്സിൽ ചിലപ്പോ 4000ന്റെ ആ ഒരു കോസ്റ്റിന്റെ സ്ഥലത്ത് 4200 വന്നാലേ അവിടെ ചോദ്യം ചെയ്യണോ?
നമ്മളിൽ നിന്ന് പറഞ്ഞതിലും 200 രൂപ കൂടുതൽ എടുത്തു അല്ലെ? ആണോ? നിങ്ങൾ ചോദ്യം ചെയ്യാറുണ്ടോ? നിങ്ങളേലും പറഞ്ഞതിലും കൂടുതൽ പൈസ എടുത്താല് ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ വെൻഡേഴ്സ് പറയുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻസില് അവര് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാല് അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ all vendor representatives and arrange for bidding or negotiation for goods and സർവീസസ് അല്ലെ? എന്താണ് നമുക്ക് ആ ഒരു വെൻഡർ റെപ്രസെന്റേറ്റീവ് നമ്മ വാങ്ങുന്ന ആ ഒരു സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സിനെ ഇന്റർവ്യൂ നടത്താനുള്ള അല്ലെ അഭിമുഖം നടത്താനുള്ള അവകാശം റെസ്പോൺസിബിലിറ്റി നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. കൂടാതെ ഗുഡ്സിന് വേണ്ടിയോ എന്താണ് നമുക്ക് ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകൾക്ക് വേണ്ടിയിട്ടും സർവീസുകളും ലേലം വിളിക്കാനുള്ള അവകാശവും അത് എന്താണ് നെഗോഷിയേഷൻ അല്ലെ ചർച്ചകൾ നടത്താനുള്ള അവകാശങ്ങൾ ആർക്ക് തന്നെയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ ആണോ? ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് വാങ്ങുന്നതിനുള്ള വെൻഡേഴ്സിനെ അഭിമുഖം അവരുമായി ചർച്ചകൾ നടത്തണം അല്ലെ? എത്ര രൂപക്ക് തരാൻ സാധിക്കും, എത്ര ക്വാണ്ടിറ്റിയില്, എങ്ങനെയുള്ള ക്വാളിറ്റിയില്, എത്ര ലീഡ് ടൈമിൽ തരാൻ സാധിക്കുമെന്ന് അവരോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തണോ, ചർച്ചകൾ നടത്തണോ? വീണോ? ഓടിപ്പോയി സാധനം വാങ്ങിക്കും. അപ്പൊ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരില്ലേ? അപ്പൊ അവരോട് ചർച്ചകളും അഭിമുഖങ്ങളൊക്കെ നടത്തിയിട്ടല്ലേ നമ്മ വാങ്ങുന്നത്. അപ്പൊ ആ ഒരു വെൻഡേഴ്സിനെ അഭിമുഖം നടത്താനും അവരുമായി ചർച്ചകൾ നടത്താനുമുള്ള അധികാരം നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കൂടാതെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങളും ഐറ്റംസും ഗുഡ്സുകളും എന്താണ് ലേലം വിളിക്കാനുള്ള അധികാരവും നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടു ഗെറ്റ് കറക്റ്റ് ക്വാണ്ടിറ്റി ആൻഡ് കറക്റ്റ് ആൻഡ് ക്വാളിറ്റി to get correct quality and quantity at the economical price and to supply materials and as needed for the various departments അല്ലെ? എന്താണ് നെക്സ്റ്റ് പറയുന്നത് അവരാ കൊടുത്ത എക്കണോമിക് പ്രൈസ് അല്ലെ അവരാ കൊടുത്ത പൈസക്കുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ടോ അല്ലെ? അവര് വാങ്ങിക്കുന്ന ആ ഒരു സാധനത്തിന് അവർ കൊടുത്ത പൈസക്കുള്ള ക്വാളിറ്റിക്കുള്ള നിലവാരമുണ്ടോ, അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് അസസ് ചെയ്യുക അല്ലെ, വിലയിരുത്തുക. കൂടാതെ നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള നീഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വിതരണം ചെയ്യേണ്ടതും നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതാണ് എക്കണോമിക് പ്രൈസ് അല്ലെ. അവരൊരു മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങുന്നതിന് കൊടുത്ത് ആ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി ഉണ്ടോ അതല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകളും സർവീസുകളും വിതരണം ചെയ്യേണ്ടതും നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ അല്ലെ. നമ്മുടെ പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ, ജോലി എന്തൊക്കെയാണ്. അപ്പൊ നോക്കി, the person that normally runs the purchasing department is called the purchasing manager എന്നാണ് കേട്ടോ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ സാധാരണയായി ആരാണോ നടത്തുന്നത് അല്ലെ, റൺ ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്താം. ഇതാണ് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് സാധാരണയായി ആരാണോ നടത്തുന്നത് അല്ലെ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ദ പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് സ്ട്രാറ്റജിക് ഇൻ നേച്ചർ അല്ലെ. എന്താണ് നമ്മുടെ പർച്ചേസിംഗ് ജോലി എന്ന് പറയുന്നത്, എന്താണ് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു ജോലിയാണ് അല്ലെ. ആണോ?
സ്ട്രാറ്റജിക് നേച്ചർ ആണോ? നെഗോസിയേഷൻ നടത്തണം, വില നിശ്ചയിക്കണം, മാർക്കറ്റ് പ്രവചനം നടത്തണം, അല്ലേ? പേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ നോക്കണം, അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ പർച്ചേസിങ് ജോലി, അല്ലെ? ഒരു സാധനം വാങ്ങുന്ന ജോലി എന്ന് പറയുന്നത് എന്താണ്? ഒരു തന്ത്രപരമായിട്ടുള്ള, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള നേച്ചറാണ്. നമ്മിപ്പോ കല്യാണത്തിനൊക്കെ ഗോൾഡ് എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് ഒരു 2 പവനോ ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മ ആരെങ്കിലും കൂട്ടാറുണ്ടോ? ഒറ്റക്ക് പോയി മേടിക്കോ? ചിലപ്പോ എന്താണ് ബാർഗെയിൻ ചെയ്യാൻ പവറുള്ള ആരെങ്കിലും കൊണ്ടുപോകും, അല്ലേ? പണിക്കൂലിയിലൊക്കെ കുറവ് വരുത്താൻ കൊണ്ടുപോവാറുണ്ടോ? പണിക്കൂലിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്, അല്ലേ? അപ്പൊ അവരോട് ചില ഉണ്ടല്ലേ, എന്താണ് ബാർഗെയിനിങ് ചെയ്യുമ്പോ അവര് നമ്മൾക്ക് 1000 രൂപ കുറച്ചെന്നത് ചിലപ്പോ കുറച്ചും കൂടി ബാർഗെയിൻ ഒക്കെ ചെയ്യുമ്പോ അത് ചിലപ്പോ 3000 രൂപയായി കുറയാം, അല്ലേ? ആണോ? ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടാം, അല്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? ഒരു സ്ട്രാറ്റജിക് നേച്ചറാണ്, അല്ലേ? ആ ബാർഗെയിനിങ് ചെയ്യാനുള്ള ഒരു പവർ എന്ന് പറയുന്നത്, അല്ലെ? അതെല്ലാവർക്കും കിട്ടോ? ഇല്ല, അല്ലേ? അപ്പൊ എന്താ നമ്മുടെ പർച്ചേസിങ് ജോലി എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് നേച്ചർ ആണ്. ആൻഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. അവരുടെ ജോലികൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ നോക്കിയേ, കൊടുത്തിരിക്കുന്നു. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് maintaining the purchasing policy and ensuring that all purchases stick to it. എന്താണ് നമ്മുടെ പർച്ചേസിംഗ് പോളിസി നിലനിർത്തുകയും എല്ലാ പർച്ചേസിങ്ങുകളും അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക, അല്ലെ? നമ്മൾ വെൻഡേഴ്സുമായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ പർച്ചേസിങ് നടത്തുമ്പോൾ എന്താണ് ഒരുപാട് നയങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാറുണ്ട്, അല്ലെ? ഉണ്ടോ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പർച്ചേസിംഗ് പോളിസി, നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പോളിസി നിലനിർത്തുകയും എല്ലാ പർച്ചേസിങ്ങിനും ആ ഒരു പോളിസികൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ പർച്ചേസിംഗ് മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത് സപ്ലൈസ്, choosing the suppliers that the company will deal with and keeping the legal interaction with them. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടതും, അല്ലെ? അവരുമായി നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതും നമ്മുടെ പർച്ചേസിംഗ് മാനേജർ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടതും അവരുമായിട്ടുള്ള ലീഗൽ ഇന്ററാക്ഷൻസ്, അല്ലെ? നിയമപരമായിട്ടുള്ള ഇടപെടല് നിലനിർത്തേണ്ടതും ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മാനേജിംഗ് ഓഫ് SLA. SLAs എന്ന് പറഞ്ഞാല് സർവീസ് ലെവൽ അഗ്രിമെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. SLA എന്താണ്? മാനേജിംഗ് എനി SLAs, സർവീസ് ലെവൽ അഗ്രിമെന്റ്സ് ദാറ്റ് മേ ബി ഇൻ പ്ലേസ് ആൻഡ് മാനേജിംഗ് എനി മാസ്റ്റർ അഗ്രിമെന്റ് വിത്ത് ദ സപ്ലയേഴ്സ് ആൻഡ് കമ്പനി. നമ്മുടെ സപ്ലയേഴ്സുമായിട്ടുള്ള ആ ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് കൈകാര്യം ചെയ്യേണ്ടതും മാസ്റ്റർ അഗ്രിമെന്റുകളും നമ്മുടെ സപ്ലയേഴ്സും കമ്പനിയും തമ്മിലുള്ള മാസ്റ്റർ അഗ്രിമെന്റും കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. സർവീസ് ലെവൽ അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് തരാറുണ്ട്? വാറണ്ടി, ഗ്യാരണ്ടി ഒക്കെ തരാറുണ്ടോ? സർവീസ് ഒക്കെ തരാറുണ്ട്, അല്ലെ? 1 വർഷത്തിൽ ഒരു തവണ വന്ന് സർവീസ് ചെയ്യുന്നൊക്കെ പറയാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സർവീസ് ലെവൽ അഗ്രിമെന്റ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യും? വാറണ്ടി കാർഡും ഗ്യാരണ്ടി കാർഡൊക്കെ തരാറുണ്ട്, അല്ലെ? അവര് ഉണ്ടോ? നമ്മൊരു സാധനം പുതിയതായിട്ട് വാങ്ങുമ്പോ വാറണ്ടി കാർഡൊക്കെ തരാറില്ലേ? സർവീസ്, അതെന്താണ്? സർവീസ് ലെവൽ അഗ്രിമെന്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സർവീസ് ലെവൽ അഗ്രിമെന്റ്. മാസ്റ്റർ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് നമ്മ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് എത്ര കോസ്റ്റിനാണ്, അല്ലെ? അങ്ങനെയുള്ള അഗ്രിമെന്റ് ഉണ്ടാവാറില്ലേ? കോസ്റ്റ് ക്യാഷ് ആണോ, ചെക്ക് ആണോ, അല്ലെ? ക്രെഡിറ്റ് ആണോ?
ഉണ്ടോ? ആ ലീഡ് ടൈം, ക്വാണ്ടിറ്റിയിലൊക്കെ അഗ്രിമെന്റുകൾ ഉണ്ടാവാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള മാസ്റ്റർ അഗ്രിമെന്റും സർവീസ് ലെവൽ അഗ്രിമെന്റും മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് അല്ലെ. എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ നിയമിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവരെ മാനേജ് ചെയ്യാനുള്ള അവകാശങ്ങളും പർച്ചേസിംഗ് മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത് കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്, എസ്പെഷ്യലി ദ അക്കൗണ്ടിംഗ്, മാനുഫാക്ചറിംഗ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കൊളാബറേഷൻ അല്ലെ, ഒരു സഹകരണം കൊണ്ടുവരിക, പ്രത്യേകിച്ച് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് നമുക്കറിയാം, നമുക്ക് മറ്റു യൂസർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ അവർക്ക് എത്ര പ്രോഡക്റ്റുകൾ ആവശ്യമായി വരുന്നുണ്ട്, അവരുടെ സ്റ്റോക്ക് തീരാറായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ആണോ? റേഡിയോളജിയില എന്തെങ്കിലും സ്റ്റോക്ക് തീരാറായിട്ടുണ്ടോ, ഫാർമസിയിലെ സ്റ്റോക്ക് തീരാറായിട്ടുണ്ടോ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു സഹകരണം നിലനിർത്തുകയും, കൂടാതെ എസ്പെഷ്യലി പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങും മാനുഫാക്ചറിങ്ങും സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ് നിലനിർത്തേണ്ടത്? പർച്ചേസിംഗ് മാനേജറുടെ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ബഡ്ജറ്റിംഗ്, costing and cost saving after analyzing the management information അവൈലബിൾ അല്ലെ. എന്താണ് മാനേജ്മെന്റ് വിവരങ്ങൾ, നമ്മുടെ മാനേജ്മെന്റ് നൽകുന്ന ഇൻഫോർമേഷൻസ് വിശകലനം ചെയ്തതിന് ശേഷം അതിനാവശ്യം അവർ പറയുന്ന ആ ഒരു പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന സർവീസുകൾക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് നൽകുക, അവർക്ക് എത്ര ചിലവാകുമെന്ന് കോസ്റ്റിംഗ് അല്ലെ ചിലവ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ചിലവ് സേവ് ചെയ്യാനുള്ള അല്ലെ ചിലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും നമ്മുടെ പർച്ചേസ് മാനേജർ ആണ്. എന്താണ് നമ്മുടെ മാനേജ്മെന്റ് നൽകുന്ന വിവരങ്ങള്, ഇൻഫോർമേഷൻസ് അനലൈസ് ചെയ്തതിന് ശേഷം അല്ലെ വിശകലനം ചെയ്തതിന് ശേഷം അവർ പറയുന്ന ആ ഒരു കാര്യങ്ങള്, എക്യുപ്മെന്റുകളാണോ, സർവീസ് ആണോ, ഗുഡ്സുകളാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര പൈസ വേണ്ടി വരും അല്ലെ, ബഡ്ജറ്റ് അവർ നിശ്ചയിക്കണ്ടേ? ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമുക്കൊരു സാധനം വാങ്ങാൻ പോകുമ്പോ നമ്മൾ ബഡ്ജറ്റ് നോക്കാറുണ്ടോ? നമുക്ക് എത്ര വരെയും പോകാം അല്ലേ, നോക്കാറുണ്ടോ? പുതുതായിട്ട് എന്തെങ്കിലും വാങ്ങാനൊക്കെ പോകുമ്പോഴല്ലേ. അപ്പൊ അങ്ങനെ ഒരു ബഡ്ജറ്റിങ് അവര് തയ്യാറാക്കുക. കോസ്റ്റിംഗ് അല്ലെ അവർക്ക് എത്ര ചിലവ് വരും കോസ്റ്റ് നോക്കുക, കൂടാതെ കോസ്റ്റ് സേവ് ചെയ്യാനുള്ള അല്ലെ ചെലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സുകൾ അല്ലെ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലെ അവരുടെ ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്വാളിറ്റിയിലെ ഗുണനിലവാരമുള്ളത്, മറ്റ് ലീഗൽ നീഡ്സുകൾ അല്ലെ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റേണ്ടത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ് അല്ലെ. ക്ലിയർ ആണോ? എന്താണ് മക്കളെ ഒന്നും മിണ്ടാത്തെ? ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നെ മിസ്സിന്. ഉഷാറായിട്ടിരുന്നേ. എപ്പോഴൊരു 4 പേര് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓക്കെ ആണോ? മഴയൊക്കെ പിടിച്ചിട്ട് ആകെ തണുത്തൊക്കെ ഇരിക്കുകയാണോ? ഓക്കെ ആണോ? ഞാൻ മിസ് പറഞ്ഞില്ലേ, മിസ് മിക്ക ക്ലാസ്സിലും കയറുമ്പോ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഉണ്ടായാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ അവിടെ ഉണ്ട് എന്നൊക്കെ മിസ്സുമാർക്ക് അപ്പൊ മാത്രം അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മിസ്സുമാർ ഇന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്?
overseeing any large procurement that may happen. അല്ലെ എന്താണ് വലിയ വലിയ സംഭരണം, അതായത് വലിയ വലിയ പർച്ചേസിംഗ് ഒക്കെ നടത്തുമ്പോൾ അത് ഓവർസീ ചെയ്യുക അല്ലെ, മേൽനോട്ടം വഹിക്കേണ്ടതും നമ്മുടെ പർച്ചേസിംഗ് മാനേജർ ആണ് അല്ലെ. ഒരുപാട് ഒരു 20 ലക്ഷത്തിന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു 25 ലക്ഷം, അങ്ങനെയല്ല വലിയ വലിയ പർച്ചേസിംഗുകളൊക്കെ നടത്തുമ്പോൾ അതിന് വേണ്ട മേൽനോട്ടം വഹിക്കേണ്ടതും നമ്മുടെ പർച്ചേസിംഗ് മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത് ലൈസൻസ് കമ്മ്യൂണിക്കേഷൻ ഓർ കോപ്പറേഷൻ വിച്ച് മേക്സ് ഈസി ഫോർ എ ക്ലോസ് വർക്കിംഗ് റിലേഷൻ ബിറ്റ്വീൻ പീപ്പിൾസ് അല്ലെ. എന്താണ് നമ്മുടെ വെൻഡേഴ്സും അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സ് ഒക്കെ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആശയവിനിമയം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരുമായിട്ട് ഒരു റിലേഷൻ സ്ഥാപിക്കുക അല്ലെ, ഒരു ബന്ധം വേണ്ടേ സപ്ലയേഴ്സുമായിട്ട്, നമ്മുടെ പർച്ചേസിംഗിലുള്ള മറ്റ് സ്റ്റാഫുകളുമായിട്ട് അല്ലെ. അണ്ടർ സ്റ്റാഫ് നമ്മുടെ സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്, പർച്ചേസിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അണ്ടർ സ്റ്റാഫുകളുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു സഹകരണവും ഒരു റിലേഷനും ആശയവിനിമയത്തിനുള്ള ഒരു റിലേഷനും സ്ഥാപിക്കുക. അതെന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒരു അന്തരീക്ഷം അല്ലെ, റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ടോ. ഈസി ഫോർ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ അല്ലെ. ആ ആളുകൾക്കിടയിൽ നമ്മുടെ സപ്ലയേഴ്സുമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ഒരു ക്ലോസ് കോപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ടോ, നല്ലൊരു സഹകരണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അതുപോലെ എന്താണ് നമ്മുടെ ജോലികൾ നല്ല രീതിയിലാക്കാൻ സാധിക്കുന്നുണ്ടോ. അങ്ങനെ ഒരു ക്ലോസ് കോർഡിനേഷൻ വന്നു കഴിഞ്ഞാല് കൂടുതൽ എഫക്റ്റീവ് ആക്കാം അല്ലെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങള്. ആണോ? നെക്സ്റ്റ് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. എന്താണ് നമ്മുടെ പർച്ചേസിംഗ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റിന്റെ ജോലികൾ എന്തെല്ലാമാണ് അല്ലെ. ദ പർച്ചേസിംഗ് ക്ലർക്സ് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക് അല്ലെ. എന്താണ് നമ്മുടെ പർച്ചേസിംഗ് ക്ലർക്ക് ചെയ്യേണ്ട അല്ലെ ദൈനംദിന ജോലികൾ എന്തെല്ലാമാണ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, collect and merge purchase orders and purchase requisition so as to order materials, goods and supplies അല്ലെ. അവർക്ക് കിട്ടുന്ന ആ ഒരു പർച്ചേസ് റിക്വസിഷനുകൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക അല്ലെ. ആണോ? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അല്ലെ, നമ്മുടെ മറ്റ് അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പർച്ചേസിംഗ് റിക്വസിഷൻ അയക്കും അല്ലെ. ആണോ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കുട്ടികളായ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരോടാ പറയുന്നത്, അമ്മമാരോട് പറയും അല്ലെ, അല്ലെങ്കിൽ അച്ഛനോട് പറയും. ആണോ? റിക്വസ്റ്റ് ചെയ്യില്ലേ, അഭ്യർത്ഥന കൊടുക്കും. ആണോ? പറയേ ആണ് അല്ലെ. അതേപോലെ എന്താണ് നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരാരോടാ പറയുന്നത്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസിംഗ് റിക്വസിഷൻ അയക്കും. അപ്പൊ ആ ഒരു പർച്ചേസിംഗ് റിക്വസിഷൻ അവരെന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലെ. ആണോ? എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെ, ഏത് ദിവസത്തേക്കാണ് അല്ലെ, എത്ര ലീഡ് ടൈമിന്റെ ഉള്ളിലേക്കാണ് അവർക്ക് ആവശ്യമായി വരുന്നത്, എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന് വല്ല മോഡൽ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരൊന്ന് വിശകലനം ചെയ്തതിനു ശേഷം നമ്മുടെ പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസിംഗ് ഓർഡർ തയ്യാറാക്കുന്നു. ഓക്കെ ആണോ? പർച്ചേസിംഗ് റിക്വസിഷൻ മെർജ് ചെയ്തതിന് ശേഷം, അതായത് അവര് ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റ് പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഡെലിവർ ദം ടു ദി സപ്ലയേഴ്സ് അല്ലെ. പർച്ചേസ് ഓർഡർ തയ്യാറാക്കിയതിനു ശേഷം അത് ആർക്ക് കൊടുക്കുന്നു, സപ്ലയേഴ്സിന് നൽകുന്നു അല്ലെ, ഡെലിവർ ചെയ്യുന്നു. റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് അതർ ഓർഡേഴ്സ് ആർ റിക്വയർഡ് അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് റീഫ്രഷ് ചെയ്യാണ് അല്ലെ. റീഫ്രഷ് ചെയ്യുന്നതിന് ആവശ്യാനുസരണം സ്റ്റോക്ക് പുതുക്കി ഓർഡർ കൊടുക്കുക അല്ലെ. ഇപ്പൊ എന്താണ്, എന്തെങ്കിലും മെറ്റീരിയൽ എന്തെങ്കിലും പ്രോഡക്റ്റ് തീരാറായിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് 1 minute. 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 1
വീണ്ടും ഓർഡർ കൊടുക്കണം അല്ലേ? നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു സാധനം സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ പാടുണ്ടോ? എമർജൻസി മെഡിസിനുകള്, ഡ്രഗ്സുകള്, ഇഞ്ചക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആകാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? ആവശ്യാനുസരണം സ്റ്റോക്ക് പുതുക്കി അവര് വീണ്ടും ഓർഡർ നൽകുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ് ഓൺ എ ഡെയിലി ബേസിസ് അല്ലെ? സപ്ലൈസസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതില്, പക്ഷെ സപ്ലയർ ആണ് കേട്ടോ. എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി ബേസിസിലെ ദിവസേന സപ്ലയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു അല്ലെ? അവരെ ഓർഡേഴ്സിനെ കുറിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ട്രാക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? വിവരങ്ങൾ ചോദിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡർ അല്ലെ? എന്താണ്? അവർക്ക് ഡെലിവറി ഓർഡറിന് എതിരായിട്ടുള്ള എന്തെങ്കിലും ഡെലിവറീസ് നമ്മുടെ സപ്ലയേഴ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. എന്താണ്? ഇപ്പൊ ചിലപ്പോ നമ്മ എന്തെങ്കിലും സാധനം ഓർഡർ കൊടുത്തിട്ട് ചിലപ്പോ വന്നത് ആ ഒരു നമ്മ ഓർഡർ കൊടുത്ത സാധനമല്ല, പ്രോഡക്റ്റ് മാറിപ്പോയി, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വന്നു, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് കിട്ടിയില്ല. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് സൂക്ഷ്മ പരിശോധന നടത്തണ്ടേ? ഐറ്റത്തില്, കോസ്റ്റില്, പ്രൈസില് അല്ലെ? അപ്പൊ എന്താണ്? അവര് ഓർഡർ ചെയ്തതിന് എതിരായിട്ട് അവർക്ക് ഡെലിവറി, നമ്മുടെ സപ്ലയേഴ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. ഓക്കെ ആണോ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കുക, അവർക്ക് എങ്ങനെയാ പർച്ചേസ് ഓർഡർ നൽകിയത് വിശകലനം ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ അല്ലെ? ഓർഡർ എന്നാണ് കിടക്കുന്നത്, ഓർഡർ എന്നാണ് കേട്ടോ. കറക്റ്റ് ആണോ? നിങ്ങളിൽ കറക്റ്റ് ആണോ? ഓർഡറിനാക്കാട്ടോ, ഓർഡറിനാണേ. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ അല്ലെ? നമ്മ കൊടുത്തിരിക്കുന്ന ഓർഡേഴ്സിന്റെ സ്റ്റാറ്റസ് കണ്ടെത്തുക അല്ലെ? അത് എവിടം വരെ ആയിട്ടുണ്ട്, അതിന്റെ എന്താണ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞോ അല്ലെ? നമുക്ക് ഡെലിവറി ചെയ്യാറായോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക, അവരോട് ചോദിച്ച് കണ്ടെത്തുക. നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ നമ്മ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ മീഷോയിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ അത് ട്രേസ് ചെയ്യാറുണ്ടോ? എവിടെ എത്തി അല്ലെ? ഷിപ്ഡ് ആയോ അല്ലെ? നമ്മുടെ നിയറസ്റ്റ് എത്തിയോ? നമുക്ക് എന്ന് ഡെലിവറി ചെയ്യും അല്ലെ? അതൊക്കെ നോക്കാറില്ലേ? അതേപോലെ എന്താണ്? അവർ ഓർഡർ ചെയ്ത കാര്യങ്ങള് അല്ലെ? ആ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ആ ഒരു സർവീസുകളുടെ ആ ഒരു നില എവിടെ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങള് കണ്ടെത്തുക, ട്രേസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ് അല്ലെ? എന്താണ്? അവർക്ക് വിതരണം ചെയ്യാത്ത ഓർഡർ അല്ലെ? അപ്പൊ അവര് ഇപ്പൊ എന്താണ് വിതരണം ചെയ്യാത്ത ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഓർഡർ കൊടുത്തിട്ട് അവർക്ക് തരാന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ്, ഇപ്പൊ 25-ാം തീയതി തരാന്നുള്ളത് 27-ാം തീയതി ആയിട്ടും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ചോദിച്ച് അതിന്റെ വിവരങ്ങൾ ചോദിക്കണോ? വേണോ? അപ്പൊ അങ്ങനെയുള്ളത് എന്താണ്? അവർക്ക് വിതരണം ചെയ്യാത്ത ഓർഡറുകളെ കുറിച്ച്, അതല്ലെങ്കിൽ എന്താണ്? അവർക്ക് ഓർഡർ ചെയ്തത് അണ്ടർ ഓർഡർ ആയിപ്പോ അവർക്ക് ഡെലിവറി ചെയ്ത സമയത്ത് അവർ ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തുമ്പോൾ അവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറവ് വരാം. ഇപ്പൊ അവര് 200 എണ്ണം കൊടുത്തിട്ട് എന്താണ് 150 എണ്ണം കിട്ടിയിട്ടുള്ളൂ, ചോദ്യം ചെയ്യണ്ടേ സപ്ലയേഴ്സിനാ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അണ്ടർ ഓർഡേഴ്സ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഓവർ ഓർഡേഴ്സ് അല്ലെ? അവര് പറഞ്ഞതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് അതല്ലെങ്കിൽ എന്താണ്? അവർക്ക് കൊടുത്ത സാധനങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയത് ഉണ്ടാവാം അല്ലെ? കേടുപാടുകൾ പറ്റിയതോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സുമായിട്ട് സംസാരിക്കേണ്ടത്, സപ്ലയേഴ്സിനെ അറിയിക്കേണ്ടത് ആരാ? അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ ആണോ? കൈകാര്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് make sure that any invoices are sent to accounts for payment. എന്താണ്? നമ്മൾക്ക് പേയ്മെന്റിന് വേണ്ടിയിട്ട്
നമ്മുടെ സപ്ലയേഴ്സ് അക്കൗണ്ട്സിലേക്ക് ഇൻവോയ്സ് അയച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക അല്ലെ. നമ്മ ഒരുപാട് സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസിങ് നടത്തുന്നതാണ് അല്ലെ. അപ്പൊ ഏതെങ്കിലും സപ്ലയേഴ്സ് പൈസ അടക്കുന്നതിന് വേണ്ടി പേയ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവോയ്സ് അയച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റെക്കോർഡ്സ് അല്ലെ. എന്താണ് നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് റിപ്പോർട്ട്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പർച്ചേസ് ഓർഡർ, റിക്വസിഷന്, അങ്ങനെ ഒരുപാട് ലെഡ്ജർ, സ്റ്റോക്ക് വെരിഫൈങ് റെക്കോർഡ്സുകൾ. അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ട്സുകളും തയ്യാറാക്കേണ്ടതും അത് നിലനിർത്തേണ്ടതും നമ്മുടെ പർച്ചേസിംഗ് ക്ലർക്കാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ. എന്താണ് ഇൻവെന്ററി കൺട്രോൾ? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? ബികോം ഒക്കെ ഉണ്ടാവുമല്ലോ. ബികോം അടിച്ചവരൊന്നുമില്ലേ? ഉണ്ട്. അപ്പൊ എന്താണ് ശരണ്യ സ്റ്റോക്ക് കൺട്രോൾ എന്താണ്? സ്റ്റോക്ക് കൺട്രോൾ എന്താണ്? ഓക്കെ, മിസ് തന്നെ പറയാം അല്ലെ. പ്രോഡക്ട്സ് മാനേജ് ചെയ്യാ അല്ലെ. ശരിയായ അളവില്, ശരിയായ ക്വാണ്ടിറ്റിയില് അല്ലെ, ശരിയായ പ്രോഡക്റ്റുകള് ശരിയായ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക അല്ലെ. കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളത് കൂടി ഉണ്ടോ? ഷോർട്ടേജ് ഓഫ് പ്രോഡക്റ്റ് വരാതിരിക്കുക, പ്രോഡക്റ്റിന്റെ ഷോർട്ടേജ് വരാതിരിക്കുക ഇല്ലേ. കൂടാതെ എന്താണ്? എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി ഉണ്ടോ ആ ഒരു ഇൻവെന്ററി കൺട്രോൾ കൊണ്ട്? ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, what, when, how much to order, how much to store to make the purchasing and storage expenses at minimum is called inventory control അല്ലെ. എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന്? നമ്മുടെ പർച്ചേസിംഗ് കോസ്റ്റും അല്ലെ, നമ്മുടെ പർച്ചേസിംഗ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ, എന്താണ് നമ്മുടെ സ്റ്റോറേജ് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എക്സ്പെൻസ് ചിലവ് കുറക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത്, എപ്പോൾ, എത്രമാത്രം ഓർഡർ ചെയ്യണം, ഹൗ മച്ച്, എത്രമാത്രം ഓർഡർ ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടും സ്റ്റോറേജുമായി ബന്ധപ്പെട്ടും നമുക്ക് വരുന്ന ചിലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത്, എപ്പോൾ, എത്രമാത്രം ഓർഡർ ചെയ്യണം, എത്രമാത്രം സംഭരിക്കണം എന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് it is a device of management which is used to sustain an economic investment in materials and products for the objective of obtaining a maximum financial return അല്ലെ. എന്താണ്? നമുക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക അല്ലെ, ഫിനാൻഷ്യൽ റിട്ടേൺസ്, സാമ്പത്തിക ലാഭം നേടുക, സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയലുടെയും ഉൽപ്പന്നത്തിന്റെയും സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് പരമാവധി സാമ്പത്തിക ലാഭം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയലുകളുടെയും ഉൽപ്പന്നത്തിന്റെയും സാമ്പത്തിക നിക്ഷേപം അല്ലെ, ആ ഒരു എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ഉള്ളില് ശരിയായ അളവില് പ്രോഡക്ട്സുകളുടെ അല്ലെങ്കിൽ ഐറ്റംസിന്റെ അല്ലെങ്കിൽ മെറ്റീരിയലുകളുടെ വിതരണം
ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് നാം എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ്? ഒരു ബിസിനസിന്റെ ഉള്ളില് ശരിയായ അളവില് എന്താണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെയും മെറ്റീരിയലുടെയും പിന്നെന്താണ് ഐറ്റത്തിന്റെയും അല്ലെങ്കിൽ സർവീസുകളുടെയും വിതരണം ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് നാം എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ബിസിനസ്സിൽ അല്ലെ, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ശരിയായ അളവില് ഐറ്റത്തിന്റെയും മെറ്റീരിയലുകളുടെയും പ്രോഡക്റ്റുകളുടെയും എല്ലാം ആ വിതരണം ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ എന്താണ് ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടുണ്ടോ? നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പാടുണ്ടോ? ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വരാൻ പാടുണ്ടോ? ഇല്ല. അതേപോലെ ആ ഒരു ക്വാണ്ടിറ്റി കുറവ് വരാൻ പാടുണ്ടോ? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മെറ്റീരിയൽ കുറവ് വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ബിസിനസിന്റെ ഉള്ളില് എന്താണ് ശരിയായ അളവില് പ്രോഡക്റ്റുകളും മെറ്റീരിയലുകളും വിതരണം ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അല്ലെ, പരമാവധി സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയലുകളിലും ഉൽപ്പന്നങ്ങളിലും സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അടുത്തതൊന്ന് വായിച്ചു നോക്കിയേ മിസ്. എടുത്തത് അതാ പറഞ്ഞേ, പരമാവധി സാമ്പത്തിക ലാഭം നേടുക. ഓർമ്മയില്ലേ? സാധ്യം തന്നെ അതാ പറഞ്ഞേ, പരമാവധി സാമ്പത്തിക ലാഭം നേടുക എന്ന ലക്ഷ്യത്തിനായി. ഓക്കെ ആണോ? സാധ്യത തുടങ്ങിയ സാമ്പത്തിക ലാഭം എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? പ്രോഫിറ്റ് വന്നോ? ആമിന, പ്രോഫിറ്റ് വന്നോ? ഫസ്റ്റ് പിന്നെ പറഞ്ഞു നമ്മ ആദ്യം വാട്ട് ദെൻ ഹൗ മച്ച് എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, എക്സ്പെൻസ് കുറയ്ക്കുക. എക്സ്പെൻസ് കുറച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ പറഞ്ഞേ? പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ നമുക്ക്? എക്സ്പെൻസ് കുറച്ചു കഴിഞ്ഞാലോ, ചിലവ് കുറച്ചു കഴിഞ്ഞാലോ പ്രോഫിറ്റ് കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ എന്താണ് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വരുന്ന ആ ഒരു ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മ എപ്പോൾ എത്രമാത്രം ഓർഡർ ചെയ്യണം, എത്രമാത്രം നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെ, സംഭരിക്കണം എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പരമാവധി സാമ്പത്തിക ലാഭം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയലുകളിലും ഉൽപ്പന്നങ്ങളിലും സാമ്പത്തിക നിക്ഷേപം, നമ്മുടെ എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിസ് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇൻവെന്ററി കൺട്രോൾ പൊതുവായി പറയുന്നത് എന്താണ്? ഒരു ബിസിനസ്സിനുള്ളില് ശരിയായ അളവില് നമ്മുടെ മെറ്റീരിയലുകളുടെയും പ്രോഡക്റ്റുകളുടെയും ഐറ്റത്തിന്റെയും സർവീസുകളുടെയും വിതരണം ലഭ്യമാണ് എന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയില മെറ്റീരിയലുകൾ കുറവ് വന്നു അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അവരെ നഷ്ടം സംഭവിക്കോ? ലോസ് സംഭവിക്കില്ല. അവരെന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരും അല്ലേ, നിർത്തിവെക്കേണ്ടി വരും. അപ്പൊ അവർക്ക് ലോസ് സംഭവിച്ചു. അതല്ലെങ്കിൽ മെറ്റീരിയലുകൾ കൂടുതൽ വന്നു,
ഒരുപാട് പ്രോഡക്റ്റുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോ ആ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, എക്സ്പയറി ഡേറ്റ് കഴിയാം, അല്ലെങ്കിൽ അത് ഡാമേജ് വന്നു പോവാം, അല്ലേ? ആണോ? ലോസ്. അപ്പൊ അവർക്ക് എന്താണ്, ലോസ് ആണ് അല്ലെ സംഭവിക്കുന്നത്. അതപ്പോ എന്താണ്, ശരിയായ രീതിയിൽ നിലനിർത്തണ്ടേ, അവർക്ക് ആവശ്യമായ ആ ഒരു അളവിൽ അല്ലെ, ഡിമാൻഡ് ഇല്ലാതെയാകും അല്ലെ, ആവശ്യമായ അളവിൽ നിലനിർത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മിസ് കഴിഞ്ഞ ക്ലാസ് എടുത്ത് വന്നാണ്, അതാണ് കുറച്ച് വെള്ളി വീണിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സോറി കേട്ടോ, പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോയപ്പോഴേ. ഓക്കെ, അപ്പൊ മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വായിച്ചു നോക്കുക കേട്ടോ, അങ്ങനെ തന്നെ എടുത്തു വെക്കരുത് കേട്ടോ, വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.